കണ്ണൂരിൽ ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി. ഇതുവരെ 4 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തി. ഇവരുമായി കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത് ചിരിയാണ്. ശ്രീജിത്ത്, ഈ കണ്ണൂരിൽ ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലയുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അത്തരത്തിലുള്ള അവസ്ഥ കണ്ണൂരിൽ തുടരുകയാണ്. എത്രത്തോളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്? യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസ് വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാന സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും നൂറുകണക്കിന് യാത്രക്കാർ അവിടെ ഈ 4:20 പുറപ്പെടേണ്ട ഷാർജ ഈ വിമാനത്തിനായി കാത്തിരുന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു ഇത് റദ്ദാക്കിയതായി യാത്രക്കാരെ വിവരമറിയിക്കുന്നത്. തുടർന്ന് ഈ യാത്രക്കാർ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നിലവിൽ 9:20 വിമാനവും റദ്ദാക്കിയതായും ഈ അധികൃതർ പറയുന്നു. എന്തായാലും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്നും ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊരു കാര്യം, ഇന്നലെ ആ വിമാനത്തിൽ പോകാൻ കഴിയാത്തവരെ ഇന്ന് പുനർക്രമീകരിച്ച് ഇന്നത്തെ വിമാനത്തിൽ വിദേശത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്താമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പുനഃക്രമീകരിച്ച് ഇന്നലത്തെ വിമാനം കിട്ടാതെ പുനഃക്രമീകരിച്ച് ഇന്ന് 4:20 വിമാനത്തിലായി കാത്തി നിന്നവർക്ക് എന്തായാലും വിമാനം കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതോടൊപ്പം തന്നെ ഈ അടിയന്തരമായ ആശുപത്രിയിലും വിദ്യാഭ്യാസ ആവശ്യത്തിനും ജോലിക്കും എത്താനുള്ളവരെയാണ് ഇന്നലെ വിമാനം ലഭിക്കാത്തത്. കാരണം ശ്രീജിത്ത്, അത് തന്നെയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യം. കാരണം അടിയന്തരമായി എത്തേണ്ടവർക്ക്, പ്രത്യേകിച്ച് ആശുപത്രി കാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ എത്തേണ്ടവർക്ക് ഈ സമയത്ത് എത്തിയില്ലെങ്കിൽ അവർക്ക് ആ ഉദ്ദേശകാര്യം നടക്കില്ല. പ്രത്യേകിച്ച് ജോലി അടക്കം മിസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്ന് തന്നെയാണ് യാത്രക്കാർ ഇപ്പോഴും പറയുന്നത്. തീർച്ചയായും അത്തരത്തിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അതിന് പകരമായാണ് ഇന്ന് പുനർക്രമീകരിച്ച് ഇന്ന് അവർക്ക് ടിക്കറ്റ് നൽകിയത്. പക്ഷെ ഇന്നും അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെയായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായത്. എന്തായാലും പ്രതിഷേധം നിലവിലെ സാഹചര്യത്തിൽ അവസാനിച്ചിട്ടുണ്ട്. ഈ പുതിയ ഒരു പത്രക്കുറിപ്പ് നിലവിൽ അധികൃതർ ഇറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി വിമാനത്താവളത്തിലേക്ക് കടന്നു വരുന്നവർ, യാത്രയ്ക്കായി വരുന്നവർ ഈ വിമാനത്താവളത്തിൽ വിളിച്ചു ചോദിച്ചിട്ട് വിമാനമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതിയെന്നാണ് ഇത്തരത്തിൽ അധികൃതർ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായി. നിലവിൽ 4 വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഷാർജ, അതോടൊപ്പം തന്നെ അബുദാബി, മസ്കറ്റ്, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദ് ചെയ്തത്. അതിൽ 2 ഇന്നലെ നേരത്തെ തന്നെ റദ്ദ് ചെയ്തതായി യാത്രക്കാർ അറിയിച്ചിരുന്നു. പക്ഷെ 4:20 പുറപ്പെടേണ്ട ഷാർജ വിമാന സർവീസാണ് നിലവിൽ ഇത്തരത്തിൽ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. അവസാന നിമിഷമാണ് ഇത്തരത്തിൽ റദ്ദാക്കിയതായി ഈ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. അതിലാണ് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. എന്തായാലും ഈ മിന്നൽ പണിമുടക്കും അതോടൊപ്പം തന്നെ കൂട്ട അവധിയും കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് യാത്രക്കാരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികൃതരും. കാരണം ഈ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അതിന് കൃത്യമായ കാരണം ചൂണ്ടിക്കാട്ടാൻ എന്തായാലും അധികൃതർക്ക് കഴിയുന്നില്ല. അധികൃതർ ഈ ജീവനക്കാരെ പഴിച്ചാരിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും രണ്ടാം ദിവസവും പല യാത്രക്കാർക്കും യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ശരി, ഇതുവരെ 4 വിമാന സർവീസുകളാണ് റദ്ദാക്കി കഴിഞ്ഞത്. വലിയ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്താണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.